നിരോധിത രാസലഹരിയായ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പ്രതിക്ക് MDMA കൈമാറുകയും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെടുകയും ചെയ്ത പ്രതിയും 2 കൂട്ടാളികളും അറസ്റ്റിൽ. MDMA-യുമായി എട്ടുമന സ്വദേശി മുടിയൻ എന്ന് വിളിക്കുന്ന പുതിയടത്ത് വീട്ടിൽ ജിഷ്ണുവിന് MDMA നൽകിയ സംഭവത്തിൽ കൈവിലങ്ങുമായി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇരട്ട കൊലപാതക കേസിലെ പ്രതി ഡയമണ്ട് എന്ന ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച പെരിഞ്ചേരി വട്ടമാവ് സ്വദേശി ഏറാട്ട് വീട്ടിൽ ദിൽജിത്ത്, പെരിഞ്ചേരി ത്രിവേണി നഗർ സ്വദേശി അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡൻസാഫ് സംഘവും ചേർപ്പ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. എട്ടുമനയിലുള്ള വീട് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി പോലീസിന് നേരത്തെ രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡൻസാഫ് സംഘം പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. ജിഷ്ണുവിനെ 11.650 ഗ്രാം MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജിഷ്ണുവിന് MDMA നൽകിയത് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ചൊവ്വൂർ സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ജിനു ജോസ് ആയിരുന്നു. ജിനു ജോസ് ഈ കേസിലെ 2ാം പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ചൊവ്വൂരുള്ള ഫാം കേന്ദ്രീകരിച്ച് പ്രതി ജിനു ജോസ് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ സംഘം സ്ഥലത്തെത്തിയ സമയത്ത് ജിനു ജോസിനെ വീടിന് സമീപത്ത് കണ്ടെത്തി. കൊലപാതക കേസിലും പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയായതിനാൽ സ്വയരക്ഷാർത്ഥം പോലീസ് ഇയാളെ വിലങ്ങണിയിപ്പിച്ചു. ഇതിനിടെ സംഘത്തിലുണ്ടായിരുന്ന ഗ്രേഡ് SI മൂസയെ തള്ളി വീഴ്ത്തി ജിനു രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും വിവരം കൈമാറുകയും വാഹന പരിശോധന നടത്തി വരികയുമായിരുന്നു. അന്വേഷണത്തിനിടെ വെള്ളിയാഴ്ച പ്രതി ജിനു ജോസ് പെരിഞ്ചേരി ഭാഗത്തുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നുള്ള തിരച്ചിലിൽ ഒരു വീടിന്റെ ടെറസിൽ പ്രതി ജിനു ജോസ് ഉള്ളതായി കണ്ടെത്തി. ഇതിനിടെ പോലീസിനെ കണ്ട ജിനു ജോസ് വീടിന്റെ ടെറസിൽ നിന്ന് ചാടി ഓടിയെങ്കിലും പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സ്ഥലത്ത് നിന്ന് ജിനു ജോസിന്റെ കയ്യിലുള്ള വിലങ്ങ് മുറിക്കാനും രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചതിനാണ് കൂട്ടാളികളായ നെടുപുഴ പോലീസ് സ്റ്റേഷൻ റൌഡിയായ ദിൽജിത്ത്, അരുൺ എന്നിവർ അറസ്റ്റിലായത്. പ്രതി ജിനു ജോസ് പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 2019 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും 3 വധശ്രമ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ 2 കേസുകളിലും മാരകായുധം കൈവശം വയ്ക്കുക, മോഷണം, അടിപിടി എന്നിവയടക്കം 14 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പ്രതി ദിൽജിത്ത് 5 അടിപിടി കേസുകളിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസുകളിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിലുമടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മറ്റൊരു പ്രതിയായ അരുൺ തൃശൂർ, മലപ്പുറം ജില്ലകളിലായി മയക്കുമരുന്ന് വിൽപ്പന, മോഷണം എന്നിങ്ങനെ 4 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പ്രതി ജിഷ്ണു ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2016 വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മയക്കുമരുന്നുമായി അറസ്റ്റിലായ കേസിലെ പ്രതി കൂടിയാണ്. അറസ്റ്റിലായ പ്രതികളെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി.